അപ്പം നമുക്ക് ഇന്ന് നല്ല നാടൻ മത്തയില തോരൻ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. നമ്മുടെ വീട്ടിലുണ്ടായ ഒരു പൂച്ചിട്ടൊന്നുമല്ല കേട്ടോ, തന്നെ മുളച്ച് വന്ന ഒരു മത്ത ഇല. പക്ഷെ നല്ല വലുപ്പം ഇലയ്ക്ക്. അത് കണ്ടപ്പോൾ പൊട്ടിച്ചതാണ്. കുറേ കാലമായി. അപ്പം മത്തടയിലൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി കൊടുന്ന് വെള്ളമൊക്കെ വാര വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് മത്തടല ഉപ്പേരി വയ്ക്കാം കേട്ടോ. കുറേ കാലമായി തോരൻ വെച്ച് തന്നിട്ട്. അപ്പോൾ അത് ഞരമ്പ് ഒന്നും പെടാൻ പാടില്ല എന്നാണ് പണ്ടുള്ള ആൾക്കാർ പറയാം. അപ്പം അങ്ങനെ അമ്മ നന്നാക്കുന്നുണ്ട്. ഞരമ്പൊന്നും പെടാതെ തീർന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മത്തടല അമ്മ നന്നായി എന്താ പറയുക, ഞരമ്പൊന്നും ഇല്ലാണ്ട് നന്നാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് പച്ചമുളക് ഒരു 6-7 പച്ചമുളക് ഉണ്ട്. നല്ല എരിവുള്ള പച്ചമുളക് പീടിയിൽ നിന്ന് മേടിച്ചാൽ കേട്ടോ. പിന്നെ കുറച്ച് ചുവന്നുള്ളി ചതച്ചത്, കുറച്ച് നാളികേരം, കുറച്ച് ഉപ്പ്. വേപ്പിൻ്റെ ഇല ഉപയോഗിക്കുന്നില്ല, ഇലയായ കാരണം. ചീഞ്ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. കടുക് ഇഷ്ടമല്ലാത്ത കാരണമാണ് ഉപയോഗിക്കാത്തത്. വേണ്ടവർക്ക് കടുക് ഇടാം കേട്ടോ. ചുവന്നുള്ളി പച്ചമുളക് ചേർത്തതും. പിന്നെ ആയി വരുന്നുണ്ട് കേട്ടോ. അധികം മൂത്തതാവണ്ട. നമുക്ക് എനിക്ക് മത്തടല ഇടാം. മത്തടലൊക്കെ ചാടിപ്പോവും, ഇളക്കണ്ട. തീ കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. തോനടണ്ട, ഇതങ്ങ് ചുങ്ങിയിട്ടില്ല ഉണ്ടാവും. ഉപ്പൊക്കെ ഇട്ട് ഇളക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നേരം ആവിയിൽ മൂടി വെച്ച് വേവിക്കാം. തീ കുറച്ചിട്ട് കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം. ഇടയ്ക്ക് നിങ്ങളൊന്ന് ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുത്തോക്കാം, ഇല്ലെങ്കിൽ അടി പിടിക്കും. നോക്കി നോക്കാം ഉപ്പുണ്ടോന്ന്. ഉപ്പുണ്ട്, മത്തടല വെന്തിട്ടുണ്ട്. നമുക്കതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങയുടെ നീര് ഒരു ഇലയിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് 2-3 മിനിറ്റ് ഒന്നും കൂടി മൂടി വെച്ചിട്ട് എടുക്കാം. നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. ആഹാ, ആ പാത്രം താഴെ വീണു കേട്ടോ. അത് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ടേസ്റ്റിന് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ,
തീ ഓഫ് ചെയ്യാം. ഇത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ, പച്ച വെളിച്ചെണ്ണയുടെ പച്ചമുളകിൻ്റെ ഒക്കെ. ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല രസമുള്ള ടേസ്റ്റുള്ള നാടൻ ഒരു വിഭവം തോരൻ, മത്തത്തോരൻ റെഡി ആയിട്ടുണ്ട്.